നമുക്കൊപ്പം ഇപ്പോൾ എസ് രാജീവൻ ചേരുന്നുണ്ട്. എസ് രാജീവൻ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയുന്നുണ്ടാകും. ഈ കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതിയുടെ പ്രതിനിധിയാണ് അദ്ദേഹം, അതിന്റെ ജനറൽ കൺവീനറാണ് അദ്ദേഹം. നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ എസ് രാജീവൻ, നിങ്ങൾ കുറെ വർഷങ്ങളായി ചെയ്യുന്ന സമരം, നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ന് പരിഗണിക്കപ്പെടുകയാണ്. രണ്ടാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയെ നിങ്ങൾ പോയി കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നിവേദനം നൽകിയിരുന്നു. ഇപ്പോൾ അതിനൊരു പരിഹാരമാവുകയാണ്. എങ്ങനെ കാണുന്നു? തീർച്ചയായും ഇന്നലെ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. അദ്ദേഹം അത് അടുത്ത ക്യാബിനറ്റിൽ തന്നെ പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ വാക്ക് അദ്ദേഹം ഇന്ന് തന്നെ പാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിനൊരു ബിഗ് സല്യൂട്ട് ഈ സർക്കാരിന് സമരസമിതിയുടെ പേരിലുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ 7 വർഷമായി നിരന്തരമായ പോരാട്ടത്തിലായിരുന്നു. വളരെയധികം ദുരിതപൂർണമായ ഒരു സമരമായിരുന്നു. കാരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങൾക്കെതിരായ വലിയ ആക്രമണമാണ് നടത്തിയത്. അതിനെല്ലാം സമാധാനപരമായി ഏറ്റവും ജനാധിപത്യപരമായ ഒരു സമരരീതി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അതിൻ്റെ എല്ലാം ഫലമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ശ്രീ എസ് രാജീവൻ, അത് ഇപ്പം ആ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം റദ്ദാക്കുക മാത്രമല്ല, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വലിയ പ്രയാസങ്ങൾ നേരിട്ട സമരമായിരുന്നു, സംശയമില്ല. കേരളം കണ്ടതാണ് ആ ദൃശ്യങ്ങളൊക്കെ. അപ്പോൾ അതിനെതിരെ എടുത്ത കേസുകൾ ഉണ്ടായിരുന്നു. ഇത്രയും കാലമായിട്ടും അതിലൊരു നീക്കുപോക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ്. സ്വാഭാവികമായും അതെല്ലാം പിൻവലിക്കണം. സർക്കാരിന്റെ നിലപാട് എന്താണ്? അത് കോടതിയെ അറിയിക്കാൻ കൂടി തീരുമാനിക്കുന്നുണ്ട്. തീർച്ചയായും അത് ഞങ്ങൾ വെച്ചിരുന്ന ഡിമാൻഡ്, ഒന്നാമത്തെ ഡിമാൻഡ് ഈ പദ്ധതി തീരുമാനിച്ചുകൊണ്ട് എടുത്ത ആ തീരുമാനം റദ്ദാക്കിയതായി ഉത്തരവിറക്കണം. രണ്ടാമത്തെ ഡിമാൻഡ് 2021 ഇറക്കിയ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ പിൻവലിക്കണം. മൂന്നാമത്തെ ഡിമാൻഡായിട്ട് ഞങ്ങൾ കൊടുത്തിരുന്നത് മുഴുവൻ കേസുകളും, നിലവിൽ കോടതിയിലുള്ള കേസുകളും സ്റ്റേഷനുകളിൽ പെൻഡിംഗ് ആയിരിക്കുന്ന കേസുകളും മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറക്കണം എന്നതായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ്. ആ 3 പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ, അതുപോലെ തന്നെ നഷ്ടപരിഹാരം ഞങ്ങൾ ഡിമാൻഡായി ഉന്നയിച്ചിരുന്നു. പക്ഷേ ഈ പ്രധാനപ്പെട്ട 3 ഡിമാൻഡുകളും സർക്കാർ അംഗീകരിച്ചു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു കാര്യം. എന്തായാലും ഈ പദ്ധതി ഇത് നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന ദുരന്തം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഈ സമരം ഇത്രയും ശക്തമായി മുന്നോട്ട് പോകാനും സമരം വിജയിക്കാനും ഇടയായത്. അത് ഇരകൾ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം, പരിസ്ഥിതി പ്രവർത്തകർ മാത്രമല്ല, സാമൂഹ്യ രംഗത്തുള്ള ആളുകൾ, സാമ്പത്തിക വിദഗ്ധർ, ഇവ എല്ലാവരും ഒത്തുചേർന്ന് ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എന്നാൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലും ഞങ്ങൾ സമരം തുടങ്ങിയതിന് ശേഷം ഈ പദ്ധതി ഉണ്ടാക്കാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച് വിശദമായൊരു പഠനം നടത്തി ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഒരു വലിയ പിന്തുണ ഈ സമരത്തിനുണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിലുള്ള എല്ലാ പിന്തുണയ്ക്കും സമരസമിതി അഭിവാദ്യം അർപ്പിക്കുകയാണ്, അവരോട് സ്നേഹം പങ്കിടുകയാണ്. കാര്യം റവന്യൂ വകുപ്പിന് നൽകിയ നിർദ്ദേശമാണ്. ഈ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചതിന് പിന്നാലെ ഭൂമി വാങ്ങാനോ ഭൂമി വിൽക്കാനോ പണയപ്പെടുത്താനോ നിങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിരുന്നില്ല. അത് മാത്രമല്ല, ഇടയ്ക്ക് ഭൂമാഫിയെക്കുറിച്ചും ചില ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. 2-2.5 ലക്ഷം രൂപ സെന്റിന് വിലയുള്ള സ്ഥലങ്ങൾ, ഭൂമിയൊക്കെ ചുളുവിലയ്ക്ക് 70,000-60,000 രൂപയ്ക്കൊക്കെ വാങ്ങാൻ ആളുകൾ വരുന്നു. അപ്പോൾ ഒരു ഭൂമാഫിയ ഉണ്ടോ, പ്രവർത്തിക്കുന്നുണ്ടോ ഇതിന് പുറകിൽ എന്ന ആരോപണവും കേട്ടിരുന്നു. അതിനുകൂടി പരിഹാരമാവുകയാണ്. തീർച്ചയായും ഈ കുറ്റികൾ, ഞങ്ങൾ സമരം ശക്തമായി തുടങ്ങിയതിന് ശേഷം ഇട്ട കുറ്റികളെല്ലാം ഓൺ ദ സ്പോട്ടിൽ പിഴുത് കളഞ്ഞത് നിങ്ങളെല്ലാം കണ്ടതാണ്, റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ രഹസ്യമായി ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലയുടെ ചില ഭാഗങ്ങളിലെല്ലാം സമരം ശക്തമായി മുന്നോട്ട് വരുന്നതിന് മുമ്പ് സ്ഥാപിച്ച കുറ്റികൾ ഇപ്പോഴും കിടപ്പുണ്ട്. ആ കുറ്റികൾ ആണ് ഇനി എടുത്ത് നീക്കേണ്ടുന്നത്. ബാക്കിയെല്ലാം സമരസമയത്ത് തന്നെ എടുത്ത്. അതുപോലെ വലിയൊരു ആശ്വാസമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ക്രയവിക്രയം ചെയ്യാനോ ഇല്ല ബാങ്കിൽ പണയപ്പെടുത്താനോ ഒന്നും കഴിയാതെ ആളുകൾ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു, വലിയ മനപ്രയാസത്തിലായിരുന്നു, വലിയ ആശങ്കയിലായിരുന്നു. എന്തായാലും അത് ഇതോടുകൂടി ഒഴിഞ്ഞു കിട്ടി എന്നുള്ളതാണ്. റവന്യൂ വകുപ്പിനെ ഈ കുറ്റി പിഴുത് മാറ്റാനായിട്ട് ചുമതലപ്പെടുത്തി എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ അനൗൺസ്മെൻറ്റിൽ കേട്ടത്. ശ്രീ എസ് രാജീവൻ, സമരങ്ങൾക്കപ്പുറം ഒരു അതിവേഗ പാത, അത് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താൻ ഒരു അതിവേഗ പാത അത് ആവശ്യമാണ്, സാഹചര്യത്തിന്റെ അനിവാര്യതയാണ്. അപ്പോൾ ഒരു ബദൽ നിർദ്ദേശം കൂടി നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് അറിയുന്നു ഞാൻ. തീർച്ചയായും ഞങ്ങൾ അത്തരം ഒരു നിർദ്ദേശം ഞങ്ങൾ തുടക്കം മുതൽ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇടത് ഗവൺമെൻറ് 2016 അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന സംഗതി,
കേന്ദ്രവുമായി സഹകരിച്ച് റെയിൽവേയുമായി സഹകരിച്ച് നിലവിലുള്ള റെയിൽ പാതയോട് ചേർന്ന് 3ഉം 4ഉം പാതകൾ പണിയും എന്നാണ്. അതിൽ നിന്നാണ് പിന്നീട് അവർ മാറിപ്പോയത്. ആ സാധ്യത ഇനിയുമുണ്ട്. 3ഉം 4ഉം പാത, അത് കേന്ദ്ര ഗവൺമെൻറ് റെയിൽവേ ബോർഡ് ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ 3ഉം 4ഉം പാത അതിവേഗ പാതകളായി പണിയാവുന്നതാണ്. നിലവിലുള്ള പാത പരിഷ്കരിക്കാവുന്നതാണ്. ഇപ്പോൾ സിഗ്നൽ സംവിധാനം ഒരു വലിയ പ്രശ്നമാണ്. ട്രാക്ക് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. 100 കിലോമീറ്റർ വേഗത്തിൽ, അതിന് മുകളിലുള്ള വേഗത്തിൽ ഓടാൻ പാകത്തിന് ഇതിനകം ഇന്ത്യൻ റെയിൽവേ കേരളത്തിലെ ട്രാക്കുകൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സിഗ്നൽ സംവിധാനം കൂടി പരിഷ്കരിച്ച് 3ഉം 4ഉം പാത കൂടി പണിതാൽ തൽക്കാലം നമ്മുടെ ഈ യാത്രാ ദുരിതം പരിഹരിക്കാവുന്നതാണ്. അത് ബ്രോഡ് ഗേജിൽ തന്നെ ആയിരിക്കും. മറ്റേ സിൽവർ ലൈൻ എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഗേജാണ്. രാജീവൻ, എളുപ്പമായിരുന്നില്ല ഈ സമരം, ഈ പോരാട്ടം. പക്ഷേ ജീവിത യാഥാർത്ഥ്യങ്ങൾ താങ്കൾ ഈ പറഞ്ഞതിലാണ്. അപ്പം സിൽവർ ലൈനിനോടോ റെയിലിനോടോ അല്ല എതിർപ്പ്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിലുമുണ്ട് അതൊരു പാരിസ്ഥിതിക ദുരന്തമായി മാറിയേനെ, അതുകൊണ്ട് പഠിച്ച് മറ്റ് ബദൽ പാതകൾ ആലോചിക്കുമെന്ന് അദ്ദേഹം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. പോരാട്ടം വിജയം കാണുന്നതിന്. ഇപ്പോൾ